നമസ്കാരം. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ? അതല്ലെങ്കിൽ വഴക്കിട്ടിട്ട് മിണ്ടാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ ഫോൺ ബ്ലോക്ക് ചെയ്ത് വെച്ച അവസ്ഥയിൽ, അങ്ങനെയൊക്കെയാണോ? നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് നമ്മുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത്. ആ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറ്റ് തടസ്സങ്ങളോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നമുക്ക് ഓരോ നെഗറ്റീവ് എനർജി നിലനിൽക്കും തോറുമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. അത് നമ്മൾ എത്രത്തോളം ആ നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നോ അത്രത്തോളം നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ അങ്ങനെ കൂടുതൽ നെഗറ്റീവ് എനർജി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ കാര്യം സാധിച്ചു കിട്ടും. അതല്ലെങ്കിൽ നിങ്ങളിലുള്ള എന്താണോ നെഗറ്റീവ് എനർജി അത് നിങ്ങൾ മാറ്റിക്കളഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. അത് വിശ്വാസത്തോടു കൂടി ചെയ്യണം. 21 ദിവസം ചെയ്യുകയും വേണം. അത് നിങ്ങൾ തുടർച്ചയായിട്ട് അത്രയും കോൺസെൻട്രേഷനോട് കൂടി ചെയ്താൽ ഉറപ്പായിട്ടും ആ കാര്യം നടക്കും. അത് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 5 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു പേപ്പറിൽ നിങ്ങളുടെ ആ വ്യക്തിയുടെ 2 പേരുടെയും പേരെഴുതിയിട്ട് അതിലേക്ക് കുറച്ച് ഇന്ദുപ്പ് ഇടുക. കുറച്ച് ഇന്ദുപ്പ് ഇട്ടതിന് ശേഷം അത് മടക്കി ചുവന്ന നൂല് കൊണ്ട് അത് കെട്ടുക. ആ പേപ്പർ നന്നായി മടക്കി കെട്ടുക. എന്നിട്ട് അത് കയ്യിൽ പിടിച്ചിട്ടായിരിക്കണം രാവിലെ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ കണ്ണടച്ച് ഒരു 5-6 പ്രാവശ്യം ദീർഘമായി ശ്വാസമെടുത്ത് സാവധാനം അത് പുറത്തേക്ക് വിടുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, ആ വ്യക്തി സ്നേഹത്തോടെ നിങ്ങളോട് സംസാരിക്കുന്നതും അതല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇടപഴകുന്നതും എന്താണോ നിങ്ങളുടെ ആവശ്യം, അത് നിങ്ങളിങ്ങനെ മനസ്സിൽ കാണുക. അത് നമുക്ക് നടന്ന പോലെ വേണം കാണാൻ. ആ നടക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. അതല്ലാതെ ആ വ്യക്തി ഇപ്പോൾ വിട്ടുപോയതിൻ്റെ ദേഷ്യവും സങ്കടവും ഒന്നും ആയിരിക്കരുത് ആ സമയം നിങ്ങളുടെ മനസ്സിൽ. നിങ്ങളുടെ മനസ്സിൽ ആ സമയത്ത് പൂർണ്ണമായിട്ടും ആ വ്യക്തി തിരിച്ച് നല്ല സ്നേഹത്തോട് വന്നതിൻ്റെ ആ ഒരു സന്തോഷമായിരിക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അത് കാണുക. അത് ഡെയിലി രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾക്ക് ആ ഒരു 5 മിനിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അത് 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. കാരണം ആ വ്യക്തി പിണങ്ങിപ്പോയ അല്ലെങ്കിൽ മിണ്ടാത്ത ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കാനും കൂടുതൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിൽക്കാനും ഒക്കെ അയാൾക്ക് കഴിയും. ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ആ ഒരു മാറ്റം നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ 21 ദിവസം അത് തുടർന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. പക്ഷേ അധികം പേർക്കും ഇത് സംഭവിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാൻ പറ്റില്ല, രണ്ടാമത്തത് നെഗറ്റീവ് എനർജി നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ടാവും. പല കാര്യങ്ങളിലും വിചാരിച്ച കാര്യങ്ങളൊന്നും സാമ്പത്തികമായിട്ടും മറ്റു പല കാര്യങ്ങളും നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ അവർക്കത് ഫലിക്കാത്തത്, അല്ലെങ്കിൽ ഫലിക്കാൻ താമസം നേരിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ആ നെഗറ്റീവ് എനർജിയെ ആദ്യം നീക്കം ചെയ്യണം. അത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൽ ഇതുപോലെ ഒരുപാട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന വഴികളുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം സാധിച്ച് കിട്ടുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. എന്നിട്ട് കൂടുതൽ കാര്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുകയും ചെയ്യാം. അങ്ങനെ നേടിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ചിന്തയായിരിക്കും. അത് മാറ്റി സന്തോഷത്തോടു കൂടി മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു.